ലോകത്തിലെ വിജയകരമായ ചില കണ്ടുപിടുത്തങ്ങൾ. ഫാക്ട്സെറീനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3D രൂപത്തിൽ ചിത്രം വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? വെട്ടിത്തിളങ്ങുന്ന ഫ്ലൂറസെന്റ് ജാക്കറ്റിന്റെ ഉപയോഗം എന്തൊക്കെയാവും? വീട്ടിലെ അമ്മയുടെ ബഹളത്തിൽ നിന്ന് എങ്ങനെ തന്ത്രപരമായി തടിയൂരാം? അമാനുഷികമെന്ന് തോന്നുന്നതും എന്നാൽ അതിലേറെ രസാവഹവുമായ 9 കിടിലൻ കണ്ടുപിടുത്തങ്ങളെയാണ് ഇന്ന് ഫാക്ട്സെറീന നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. നമ്പർ 1, ഫോൾഡിംഗ് മെഷീൻ. വീട്ടിലെ ഏറ്റവും മടിയനായ കുട്ടിയാണോ നിങ്ങൾ? മടിയന്മാർക്ക് അമ്മമാർ പതിവായി ഏൽപ്പിക്കാറുള്ള ജോലിയാണ് വസ്ത്രം മടക്കി വെക്കൽ. കേൾക്കുമ്പോൾ തന്നെ ചടപ്പ് തോന്നുന്ന പണിയാണെങ്കിലും എടുക്കാതെ നിവർത്തിയില്ലല്ലോ. ചെയ്തില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന ഗുലുമാൽ എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ മടിയന്മാർക്കായി ഒരു സന്തോഷ വാർത്തയുണ്ട്. മടക്കി വെക്കേണ്ടുന്ന വസ്ത്രം ഈ ഫോൾഡിംഗ് മെഷീനിൽ ഒന്ന് വെച്ചു കൊടുക്കുകയേ വേണ്ടൂ. പിന്നെയുള്ള എല്ലാ കാര്യവും ഇവൻ അങ്ങ് ഏറ്റോളും. ഷർട്ട് ആയാലും പാന്റ് ആയാലും ഇവൻ അത് തിരിച്ചറിയുകയും വേണ്ട പോലെ നല്ല രൂപത്തിൽ മടക്കി ഒതുക്കി വെക്കുകയും ചെയ്യും. ഇങ്ങനെയൊരു മെഷീൻ വാങ്ങാൻ മോഹമില്ലാത്തവരുണ്ടാവുമോ? ഒന്നുമില്ലെങ്കിലും അമ്മമാരുടെ ജോലി ഭാരം ഇത് കൊണ്ടൊക്കെ കുറഞ്ഞു കിട്ടുമല്ലോ, അല്ലേ ഫ്രണ്ട്സ്? നമ്പർ 2, ടെന്റ് ഷൂ. ചിത്രം ആദ്യം കണ്ടപ്പോൾ കീറി പറഞ്ഞു പോയൊരു പഴഞ്ചൻ ഷൂസ് ആയി തോന്നിയിട്ടുണ്ടോ ഗൈസ്? എന്നാൽ ആള് ശരിക്കും ഒരു കില്ലാടി തന്നെയാണ്. ഷൂവിന് പിന്നിൽ കുത്തി നിറച്ച പോലെ നിങ്ങൾ കാണുന്നത് ശരിക്കും ഒരു ടെന്റാണ്. വളരെ ദൂരം ഓടിക്കിതച്ച് അവശനായി ഇരിക്കുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ഷൂ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഇതും വാങ്ങിച്ച് അല്പമൊന്ന് വിശ്രമിക്കാം എന്ന് കരുതിയാൽ നമ്മുടെ മലയാളികൾക്കിടയിൽ നടക്കുന്ന കാര്യമാണോ? ഒരു 4 ആൾ കൂടാൻ ഇത് തന്നെ ധാരാളം. നമ്പർ 3, ഫ്ലൂറസെന്റ് ജാക്കറ്റ്. ജോഗിങ് ഇഷ്ടമാണോ? അതിരാവിലെയോ രാത്രിയിലോ ജോഗിങ് ചെയ്യുന്ന എത്ര പേരുണ്ടാവും ഇവിടെ? ജോഗിങ്ങിന് പോകുമ്പോൾ ധരിക്കാൻ പറ്റിയ നല്ലൊരു ജാക്കറ്റാണ് ഫ്ലൂറസെന്റ് ജാക്കറ്റ്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഏത് ഇരുട്ടിലും നല്ലവണ്ണം വെട്ടിത്തിളങ്ങാൻ പറ്റുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇരുട്ടിലെ ജോഗിങ്ങിനിടയിൽ എതിരെ വരുന്ന ആളുമായി കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനും ഇത് നമ്മെ സഹായിക്കും. വെറുതെ അങ്ങ് വെയിലത്ത് വെച്ചാൽ തന്നെ ഇതിനാവശ്യമായ ചാർജൊക്കെ ഇതങ്ങ് വലിച്ചെടുത്തോളും. കേരളത്തിലാണെങ്കിൽ വെറുതെ ഇതങ്ങ് മേടിച്ച് രാത്രിയിലൊന്ന് പുറത്തിറങ്ങി നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ പവർ. കണ്ടതിലും കാണാത്തതിലും പ്രേതത്തെ കാണുന്ന മലയാളികളോടാണോ നിന്റെ കളി? നമ്പർ 4, 3D ഡൂഡ്ലർ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും രസകരമായ ഒരു കണ്ടുപിടുത്തമാണ് 3D ഡൂഡ്ലർ. വീഡിയോ ഗെയിമുകൾ കളിച്ചും വേണ്ടാത്ത സിനിമകൾ കണ്ടും ഉറങ്ങിപ്പോയ കുട്ടികളുടെ മൈൻഡിനെ അതിജീവിപ്പിക്കുന്ന ഒരു സൂപ്പർ കണ്ടുപിടുത്തമാണിത്. ചെറിയ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയിൽ വളരെ വലിയ സ്വാധീനം തന്നെ ഇതിന് കൊണ്ടുവരാൻ സാധിക്കും. പെൻസിലുകൾ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്നത് പോലെ തന്നെ വളരെ സിമ്പിൾ ആയ ഒരു ടൂളാണിത്. കടലാസിൽ വരയ്ക്കുന്നതിന് വിഭിന്നമായി വരയ്ക്കുന്നവയൊക്കെ 3D രൂപത്തിലാക്കി എടുക്കാൻ ഇതിന് സാധിക്കും. ഫ്ലെക്സിബിൾ ആയ പ്ലാസ്റ്റിക് സ്റ്റിക്കുകൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേനകളിൽ നിറച്ചാണ് ഇത്തരം ഭംഗിയുള്ള 3D ക്രിയേഷനുകൾ ഉണ്ടാക്കുന്നത്. കുട്ടികളുടെ ഭാവിയും ഭാവനയും മികച്ചതാക്കി എടുക്കണമെങ്കിൽ ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. നമ്പർ 5, ചൂയിങ് മണി ബോക്സ്. നമ്മൾ മുതിർന്നവർ ഒരുപാട് കാര്യങ്ങളിൽ അനാവശ്യമായി പണം ചെലവഴിക്കുന്നവരാണെങ്കിലും നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല. കുഞ്ഞുനാൾ മുതൽ തന്നെ സമ്പാദ്യശീലം കൊണ്ട് നടക്കുന്നവരായിരിക്കും അവർ. നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. കുട്ടികളുടെ സമ്പാദ്യം പതിവായി സൂക്ഷിച്ചു വെക്കാൻ അവർ സാധാരണയായി കളിക്കുടുക്കുകളാണ് ഉപയോഗിക്കാറുള്ളത്. എങ്കിലും ചെറിയൊരു ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അവരാ പണം കുടുക്കകളിൽ നിക്ഷേപിക്കാതെ മിഠായി പോലത്തെ അനാവശ്യ കാര്യങ്ങൾ വാങ്ങാൻ ചെലവഴിച്ചെന്ന് വരാം. എന്നാൽ ഈ ചോയിങ് മണി ബോക്സ് ഒരല്പം വിനോദത്തോടെ കുട്ടികളുടെ സമ്പാദ്യശീലം വളർത്തിയെടുക്കാൻ ശീലിപ്പിക്കുന്നതാണ്. ദൃശ്യത്തിൽ കാണുന്ന പോലെ ഓരോ കോയിനും ഇതിലേക്ക് നിക്ഷേപിക്കുമ്പോൾ അടുത്തത് കൂടെ കിട്ടാനുള്ള ആർത്തിയിൽ ഇവ വീണ്ടും വായ തുറക്കും. ചവച്ചിറക്കുന്നത് കാണാൻ നല്ല ചന്തമുള്ളതിനാൽ തന്നെ ഒരു കോയിൻ കൂടി ഇടാൻ നമ്മളെ പ്രചോദിപ്പിക്കും. ഒടുവിൽ നമ്മുടെ കൈവശമുള്ളതെല്ലാം തീർന്നെങ്കിൽ മാത്രമേ ഇതിന്റെ വിശപ്പിന് ഒരു ശമനം കാണാൻ സാധിക്കുകയുള്ളൂ. സംഗതി കിടിലനായിട്ടുണ്ടല്ലേ ഫ്രണ്ട്സ്? എന്താ ഒന്ന് വാങ്ങിക്കൊണ്ടെന്നുണ്ടോ? നമ്പർ 6, ദ ഫ്യൂച്ചർ ഫ്ലൈറ്റ്സ്. ഭാവിയിലെ വിമാനങ്ങൾ. ആദ്യമൊക്കെ വിമാനയാത്രകൾ ഏവർക്കും ഒരു കൗതുകമായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ മാറി. എത്ര കാലമെന്ന് വെച്ചാൽ നല്ല പോലെ പുറം ലോകത്തെ കാഴ്ചകൾ കാണാതെ വിമാനത്തിൽ നമുക്ക് സഞ്ചരിക്കാനാവുക. നമ്മുടെ സ്വന്തം സഫാരി ചാനലിലെ സഞ്ചാരം എപ്പിസോഡ് ചിത്രീകരിക്കാനായി വളരെ കാലങ്ങൾക്ക് മുമ്പ് സന്തോഷ് ജോർജ് കുളങ്ങര നേപ്പാളിലേക്ക് പോയ ഒരു യാത്രാനുഭവം വിവരിക്കുന്നുണ്ട്. വിമാനത്തിൽ നിന്ന് പുറം ലോകത്തെ കാഴ്ചകൾ ചിത്രീകരിക്കാനായിരുന്നു വിമാനം കയറിയതെങ്കിലും
വിൻഡോ സീറ്റ് ലഭിക്കാതെ വന്നതോടെ ആ പ്രതീക്ഷകൾ അസ്തമിക്കുകയായിരുന്നു. എങ്കിലും അവസാനം നേപ്പാൾ വിമാനത്തിലെ പൈലറ്റ് തന്റെ സീറ്റിനടുത്ത് ഒരു ഇരിപ്പിടം ഒരുക്കി കൊടുത്തതിനാലാണ് സന്തോഷ് ഏട്ടന് പിന്നീടുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനായത്. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു അവസരം ലഭിക്കുക അസാധ്യമാണ്. എന്നാൽ ഭാവിയിലെ വിമാനങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ ശേഷിയുള്ളതാണ്. ആദ്യമായി നമ്മുടെ ലഗേജുകൾ വളരെ സുരക്ഷിതമായി വെക്കാനുള്ള സ്ഥലം, പിന്നെ ദീർഘദൂര യാത്രകൾക്കിടയിൽ ഒരു വിനോദമെന്ന വണ്ണം കളിക്കാൻ ചെറിയ ചെറിയ ഗെയിമുകൾ, സാധാ വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സുഖമായി വിശ്രമിക്കാനുള്ള സീറ്റുകൾ, മാത്രമല്ല വിമാനത്തിന് പുറത്ത് മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ വിശാലമായ ചില്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്ന മേൽക്കൂരയടക്കമുള്ള വിമാനഭാഗങ്ങൾ തുടങ്ങി ഒരു വിമാനത്തിൽ സംവിധാനിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളോട് കൂടിയ വിമാനമാണ് ന്യൂ ജനറേഷൻ വിമാനങ്ങൾ. നമ്പർ 7, വോൾട്ടർമാൻ. ഇനി മുതൽ പേസും ഫോണും എവിടെയെങ്കിലും വെച്ച് മറന്നു പോകുമെന്ന പേടിയെ ഇനി വേണ്ട. അത്യാധുനിക സജ്ജീകരണങ്ങളോടെ തയ്യാറാക്കിയ ഒരു കില്ലാടി പേസ് ആണ് വോൾട്ടർമാൻ. പേസിനകത്ത് GPS സംവിധാനമുള്ളതിനാൽ ഇനി ഇത് എവിടെയെങ്കിലും മറന്നു പോകുമോ എന്ന ശങ്ക നമുക്ക് വേണ്ട. മറന്നു പോയാൽ തന്നെ ഇതിനെ വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ സാധിക്കും. മാത്രമല്ല ഈ പേസ് ആരെങ്കിലും മോഷ്ടിച്ചാൽ ആ വ്യക്തി ഇത് തുറക്കുന്ന നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ ചിത്രം ഇതിൽ ഘടിപ്പിച്ച ക്യാമറ പകർത്തിയെടുക്കും. ഉടനടി അത് നമ്മുടെ പേസുമായി ബന്ധിപ്പിച്ച് ഫോൺ സ്ക്രീനിൽ വ്യക്തമാവുകയും ചെയ്യും. ഇനി നമ്മുടെ പേസ് ആണ് മറന്നു വെക്കുന്നതെങ്കിൽ ഈ ഫോൺ നമ്മെ അലാറം അടിച്ച് വെറുപ്പിക്കുകയും ചെയ്യും. വാട്ടർ പ്രൂഫായ ഈ പേസിന്റെ ഏറ്റവും വലിയ ഗുണം ചാർജിംഗ് പോർട്ടലുമായി ഘടിപ്പിച്ച് ഒരു പവർ ബാങ്കായും ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്പർ 8, നോസ് ബാസ്കറ്റ്ബോൾ. വ്യത്യസ്തമായ ഗെയിമുകൾ കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, പലപ്പോഴും കളിയോടുള്ള നമ്മുടെ ആസക്തി അതിര് കടന്നാലും നമുക്ക് കളിക്കാൻ പറ്റാതെയാകും. കളിക്കാൻ കൂട്ടുകാരില്ലാത്തതാണ് ഇതിന് കാരണം. എന്നാൽ ഈ നോസ് ബാസ്കറ്റ്ബോൾ ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വന്തമായി കളിക്കാം എന്നുള്ളതാണ്. ഒരു കണ്ണടയും ഒരു ബോളും ഒരു കുഞ്ഞു കപ്പും ഉണ്ടെങ്കിൽ ഈ ബാസ്കറ്റ്ബോൾ ആരുടെയും സഹായമില്ലാതെ കളിക്കാൻ സാധിക്കുന്നതാണ്. നമ്പർ 9, സെൽഫി സ്പൂൺ. കണ്ടാൽ ഒരു സെൽഫി സ്റ്റിക്ക് പോലെ തോന്നുമെങ്കിലും ആള് കുറച്ചൊരു രസിപ്പനാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ട് സെൽഫി എടുക്കാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പതിവായി സെൽഫി എടുക്കുന്നവരാരും ഈ ഒരു വെറൈറ്റി ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ. ഇത്തരക്കാരെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഈ സെൽഫി സ്പൂണ്. അപ്പോൾ എന്താ പിള്ളേരെ, ഇതൊന്നും വാങ്ങാൻ മറക്കില്ലല്ലോ. കൂട്ടരെ, ഫാക്ട്സ് അരീന നിങ്ങളുമായി പങ്കുവെക്കുന്ന വീഡിയോകൾ എത്രത്തോളം രസകരവും വിജ്ഞാനപ്രദവുമാണെന്ന് കമന്റിലൂടെ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കുത്തിക്കുറിക്കുക. ഫ്രണ്ട്സ്, ഇപ്പോൾ വിട പറയാൻ സമയമായില്ല. നെക്സ്റ്റ് വീക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി.